ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അളവിനായിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിപ്പൊടിയും കടലമാവും മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിയും കടലമാവും കൂടുന്നതിനനുസരിച്ചിട്ട് ഈ തേങ്ങയുടെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഒരു വെളുത്തുള്ളിയും ഒരു നുള്ളി വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അല്ല, ചെറിയ ജീരകം ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മാവ് എടുത്തതിന് 1/2 കപ്പ് അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഇനി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പൊടിയും കടലമാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ട പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയും കടലമാവും മുഴുവനായിട്ടും ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇടിമുട്ടിയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ആ ബാക്ക് ഭാഗം വെച്ചിട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാറി വരുന്ന വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. മാവ് നന്നായി വെന്തിരിക്കണം. അപ്പോഴാണ് നമുക്കിത് ചുട്ടിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നന്നായി സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ടൈറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുന്നത് ഓയിൽ പേപ്പറിലാണ് കേട്ടോ. നിങ്ങൾക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ അതിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 ഓയിലിൻ്റെ പേപ്പറിൽ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല തിന്നായിട്ട് തന്നെ എളുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. പൊടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കുക. മുകളിലായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി കൊടുക്കാവുന്നതാണ്. ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ. ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാനായിട്ട്. എല്ലാ സൈഡും നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചായൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.